ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ളത് ഒരു അഡ്വഞ്ചർ ബൈക്കാണ്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ വീഡിയോ കണ്ടിട്ട് വരാം. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 put the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, don't even try. Cause when the bullets fly, I'm the last one to die. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് തന്നിട്ടുള്ളത് പുഴയ്ക്കൽപാടത്ത്, തൃശ്ശൂർ പുഴയ്ക്കലുള്ള ഹെറിറ്റേജ് ഓട്ടോമോട്ടീവ്സ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദെം ഫോർ ഗിവിങ് മീ ദിസ് വെഹിക്കിൾ. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഒരു 452cc ലിക്വിഡ് കൂൾഡ് എൻജിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിനവർ പറയുന്നത് ഷെർപ്പ എൻജിൻ എന്നാണ്. നമ്മുടെ ഗറില്ല 450ലും പിന്നെ ഹിമാലയൻ 450യിലൊക്കെ സെയിം എൻജിൻ ആൻഡ് സെയിം സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് സിസ്റ്റം ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെയിം ആണ്. പിന്നെ ഇതിൽ സ്റ്റോക്കായിട്ട് വരുന്ന കുറച്ച് ബോഡി പാർട്സ് ഉണ്ട്. ഇതിൻ്റെ ക്രാഷ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ ചില വണ്ടികളിൽ ഇതിന് സ്റ്റോക്കായിട്ട് വരാറില്ല. പക്ഷേ ഇത് റോയൽ എൻഫീൽഡ് നല്ലൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. ഹിമാലയന് വരെ സ്റ്റോക്കായിട്ട് ക്രാഷ് ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. മിക്ക വണ്ടികളിലും ക്രാഷ് ഗാർഡ്സ് ഓൺ ദ സ്റ്റോക്കായിട്ട് വരാറില്ല. അപ്പോൾ ഇത് ഒരു നല്ല കാര്യം, ഞാനത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ എൻജിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 452cc ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് 43mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഫോക്കിന് ഒരു ഗാർഡും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. 21 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീൽസും 17 ഇഞ്ചിൻ്റെ ബാക്ക് വീൽസുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്സും ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല, ട്യൂബുള്ള സ്പോക്ക് വീൽസാണ് ഇതിന് വരുന്നത് കേട്ടോ. ട്യൂബ്ലെസ് ടയേഴ്സ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ വരുന്നില്ല. ഇൻ്റർനാഷണൽ ഇതിൽ മാത്രമേ ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ട്യൂബുള്ള സ്പോക്ക് വീൽസാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പവർ ആൻഡ് ടോർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ മാക്സിമം ഓഫ് 39.47 bhp at 8000 rpm ആൻഡ് മാക്സിമം ടോർക്ക് ഓഫ് 40 Nm at 5500 rpm. പിന്നെ ഇവിടെ ഫ്രണ്ട് വ്യൂ വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബീക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കല്ലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ആ ഒരു ബീക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട് മേലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ്സ് ഫിക്സ് ചെയ്യാനുള്ളൊരു ക്ലാമ്പ് ഉണ്ട്. പിന്നെ ഇവിടെ വല്ല ഹെഡ്ലൈറ്റ്സ് ഉണ്ട്. LED ഹെഡ്ലൈറ്റ്സ് ആണ്. ഹാലോജൻ എല്ലാം റോയൽ എൻഫീൽഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോയൽ എൻഫീൽഡ് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ബൈക്സ് ആൻഡ് കാർസ് ഹാലോജൻ ലൈറ്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ LED എല്ലാവരും പോകണം. പിന്നെ ഇവിടെ നമുക്കൊരു വിൻഡ് വൈസറും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് സിസ്റ്റമാണ് ഇതിന് വരുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ സ്ലൈഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയിൻ സ്ലൈഡേഴ്സാണ്. അപ്പോൾ നമ്മളുടെ കയ്യോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കൈ ഇങ്ങനെ നിരങ്ങി ഈ സ്പ്രോക്കറ്റിൻ്റെ ഉള്ളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെയിൻ സ്ലൈഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജാണ്. കൈയൊന്നും ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു ഫീച്ചർ കൊള്ളാം അതിൽ. പിന്നെ ഈ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പഴയ ബുള്ളറ്റുകളിലോ അങ്ങനെ ഉണ്ടായിരുന്ന ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് വേറെ, ഇൻഡിക്കേറ്റേഴ്സ് വേറെ, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയില്ല. ഇപ്പോൾ അത് നമുക്ക് എല്ലാം കൂടി ഒരേ ഒരു ഇതിലാക്കിയിട്ട് അയക്കാം. പിന്നെ ഇതിൻ്റെ ഇവിടെ നമുക്കൊരു ലഗേജ് കാരിയർ കൊടുത്തിട്ടുണ്ട്. ഈ ലഗേജ് കാരിയർ ലോങ് ഡ്രൈവ്സിനൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്.
പിന്നെ നമ്മളുടെ സീറ്റ് ഹൈറ്റ് പറയുകയാണെങ്കിൽ 825 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സീറ്റ് നമുക്ക് ഊരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 845 mm ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 17 ലിറ്റേഴ്സ് ആണ്. ഹിമാലയൻ 411 15 ലിറ്റേഴ്സ് ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്നാണ് എൻ്റെ അറിവിൽ. അപ്പോൾ അത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്, ഒരു 2 ലിറ്ററും കൂടി അവർ കൂട്ടിയിട്ടുണ്ട്. 17 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അത് ഫുള്ളി ഡിജിറ്റലായിട്ടാണ് ഈ ഒരു മീറ്റർ കൺസോൾ വരുന്നത്. കണ്ടോ, ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഹിമാലയൻ്റെ ലോഗോ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു മീറ്റർ കൺസോളാണ്. ആ ഒരു കൺസോളും മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒരു ടൈപ്പ് ഓഫ് കൺസോൾസും ഇല്ല. നമ്മളുടെ നമ്മളുടെ മറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് ആകുമ്പോൾ അതിൽ ഡ്യുവൽ മീറ്റർ കൺസോൾ സിസ്റ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ആ ഒരു സംഭവം വന്നിട്ടില്ല. പിന്നെ ഈ ഒരു വണ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. സാരി ഗാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ, റിയർ സസ്പെൻഷൻ വരുന്നത് മോണോഷോക്ക് സസ്പെൻഷനാണ്. പിന്നെ അതെ കണ്ടോ, ടെയിൽ ലൈറ്റ്സ് ഉണ്ട്. ടെയിൽ ലൈറ്റ്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നമുക്കിവിടെ ഇഗ്നിഷൻ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈഡ് മോഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്കിവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മാറുന്നുണ്ട്. റൈഡ് മോഡ്, പെർഫോമൻസ്, ABS ഓൺ, ABS ഓഫ്, അങ്ങനെയുള്ള കുറേ മോഡ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ട് ബ്രേക്സ് വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ബ്രേക്സ് നമുക്ക് ലൂസാക്കാനും അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് ലൂസാക്കിയിട്ട് ഈ ഒരു LN കീ വെച്ചിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് ഈ ഒരു ബ്രേക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ എക്സോസ്റ്റ് വരുന്നത് ഒരു ഷോർട്ട് ടിപ്പ് എക്സോസ്റ്റാണ് കേട്ടോ. ഒരു ഷോർട്ട് ടിപ്പാണ്, ഭയങ്കര ചെറിയ എക്സോസ്റ്റാണ്, ഒരു പോക്കറ്റ് സൈസ് എക്സോസ്റ്റോ ഒക്കെ പറയും. അത്രയും ചെറിയൊരു എക്സോസ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളൂ. പിന്നെ അത് ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിയിൽ. ഈ ഒരു വണ്ടിയിലല്ല, ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ്സൊക്കെ പോകുമ്പോൾ മഴയോ അല്ലെങ്കിൽ മഞ്ഞോ ഉള്ള ടൈമിൽ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് വളരെ യൂസ്ഫുള്ളാണ്. അതും LED ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം LED ആണ് ഇപ്പോൾ ഈ വണ്ടികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ മിറേഴ്സാണ് കേട്ടോ, അത്യാവശ്യം വലുപ്പമുണ്ട്. എന്നാൽ നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്നൊരു 2 കുഞ്ഞ് മിറേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹിമാലയൻ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് റിജിഡായിട്ടുള്ളൊരു വണ്ടി കൂടിയാണ്. ബെറ്റർ ഫോർ ഓഫ് റോഡ് യൂസസ്. ഓഫ് റോഡ് പോകാനൊക്കെ നല്ല കേപ്പബിളായൊരു വാഹനം കൂടിയാണിത്. പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ക്ലച്ച്, പിന്നെ ഒരു ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഓപ്ഷൻസും, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, പിന്നെ ഇവിടെ ഒരു മീറ്റർ കൺസോൾ തന്നെ നമുക്കിവിടെ ട്രിപ്പ് മീറ്ററും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ജോയ്സ്റ്റിക്ക് പോലൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കർബ് വെയിറ്റ് വരുന്നത് 196 kilograms ആണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 825 mm ആണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 230 mm ആണ്. പിന്നെ നമുക്ക് വീൽ ബേസ് വരുന്നത് 1510 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. ഇറ്റ്സ് മീ ഓട്ടോ ഗീക്ക് സൈനിങ് ഓഫ്.